ആരിഫ് ഹുസൈൻ പലതവണ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇത്. അതായത് PFI, നിരോധിത സംഘടനയായ PFIയും SDPIയും ഒന്നാണ്. PFIയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI. ഇപ്പോൾ അവർ തന്നെ പറഞ്ഞിരിക്കുന്നു, കൃത്യമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ അത് പരാമർശിക്കുന്നുണ്ട്. അതായത് ആന്തരികമായി ഒരു സാമൂഹ്യ സംഘടന എന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ പ്രവർത്തന, പക്ഷേ അകത്ത് ഇൻറ്റേർണലി കൃത്യമായി ഇതൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്, അതും ഒരു ജിഹാദി മൂവ്മെൻറ്റ്, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അടിവരയിട്ട് പറയുന്നു. ആരിഫ് ഹുസൈൻ, നമ്മൾ ചർച്ച ചെയ്തതെല്ലാം എന്തൊക്കെ കാര്യങ്ങൾ SDPI PFI ബന്ധവുമായി ബന്ധപ്പെടുത്തി ആ ബന്ധം തുറന്നു കാട്ടി എന്തൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ അതൊക്കെ ശരിയായി വന്നിരിക്കുകയല്ലേ? പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയും SDPIയും അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാന്നും, പോപ്പുലർ ഫ്രണ്ട് പ്രതിരോധത്തിലാവുമ്പോൾ SDPI വരും, SDPI പ്രതിരോധത്തിലാവുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് വരും. ഇങ്ങനെയായിരുന്നു കാലങ്ങൾ കുറെ ഇവിടെ പോയിക്കൊണ്ടിരുന്നത്. അതിൽ കൃത്യമായ ഒരു ഭീകരവാദത്തിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പോപ്പുലർ ഫ്രണ്ടിനെ നമുക്ക് നിരോധിക്കാൻ കഴിഞ്ഞെങ്കിലും അപ്പോഴും തടസ്സമായിട്ട് നിന്നത് SDPI ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണെന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു തടസ്സം, അതിനെ നിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെ കൂച്ചുവിലങ്ങിടാനോ. പക്ഷെ ഇന്നിപ്പോ ഇതുപോലുള്ള അതിന്റെ തെളിവുകൾ വന്നു എന്ന് അറിയുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ പോലും ഇതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. കാരണം മുന്നേ തന്നെ അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, അവരുടെ പൊളിറ്റിക്കൽ വിങ് ആണ് ഈ പറയുന്ന SDPI എന്നുള്ളത്. അപ്പോ അതില് മിഷൻ 2047 ഡോക്യുമെന്റിലും അവർ എഴുതിയ കാര്യങ്ങളുമാണ് ഇപ്പൊ നമ്മൾ പുറത്തേക്ക് തെളിവുകളോടുകൂടി കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക, അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള ഐക്കൺസ് അത് ഉപയോഗിക്കുക. അതിൽ ഏറ്റവും പ്രധാനമാണ് ദളിത് വിഭാഗങ്ങൾ, SC ST OBC വിഭാഗങ്ങൾ, അതുപോലെ അംബേദ്കർ, ഇന്ത്യൻ പതാക, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിനെയൊക്കെ നമ്മൾ പൊക്കിപ്പിടിക്കും. റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ പോലും എഴുന്നേറ്റ് നിന്ന് കൂവി വിളിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ സംഗതി എന്ന് പറയുന്നത് നീലക്കുറുക്കൻ തന്നെയാണ്. അത് ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളതാണ്. അതിൽ അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയുണ്ട്, വെൻ ദ ഫൈനൽ ഷോ ഡൗൺ കംസ് എന്ന് പറഞ്ഞിട്ടൊരു പാസേജിൽ അവർ എഴുതി വെക്കുന്നുണ്ട്. അതിൽ എഴുതി വെക്കുന്നത് അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കത്തിച്ചിട്ട് അവിടെ ഖുറാൻ കൊണ്ടുവന്ന് വെക്കും എന്നുമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അതെല്ലാം നമ്മളിപ്പോ തെളിവുകളോടുകൂടി അവരുടെയും ഉദ്ദേശമാണെന്ന് പറയുമ്പോൾ ഞാനതിൽ കാണുന്നത് ഇത് മറ്റൊരു കൂട്ടർക്കും കൂടി ഇത് ബാധകമായിട്ട് വരികയാണ്. അത് പ്രധാനമായിട്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അവരുടെയും ലക്ഷ്യം ഇത് തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂട്ടിക്കെട്ടി ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു കൂട്ടം ആളുകളായിട്ട് കണ്ട് ഇതിനെല്ലാം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ട ഒരു ബാധ്യത പൊതുസമൂഹത്തിനുണ്ട്. അതിനുവേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടതുണ്ട്, നിയമത്തിന്റെ എക്സിക്യൂഷൻ നടത്തേണ്ടതുണ്ട്. അതെല്ലാം കൂട്ടമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് അഫ്ഗാനിസ്ഥാൻ പോലെ കുട്ടിച്ചോറാകുന്നത് നമുക്ക് തടയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ആരിഫ് ഹുസൈൻ, ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ കൂടി താങ്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ദ ഓർഗനൈസേഷൻ ഈസ് എൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇൻ എവറി സെൻസ് ഗിവിങ് പ്രൈം പ്രയോറിറ്റി ടു റെസിസ്റ്റൻസ്. പ്രതിരോധമാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ആരെ പ്രതിരോധിക്കാൻ, എങ്ങനെ പ്രതിരോധിക്കാൻ, ആരിൽ നിന്നും പ്രതിരോധിക്കാൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് ഉയരുന്നുണ്ട്. മറ്റൊരു കാര്യം, വി അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ജിഹാദ്. വ്യക്തമല്ലേ? ഞങ്ങൾ ജിഹാദ് എന്ന നയമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്നാണ് പറയുന്നത്. യെസ്, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇസ്ലാമിന്റെ ഒരു പിന്തുണയുള്ള എന്ത് തന്നെ പുരോഗമനം എന്ന് പറയുന്ന ആശയമായാലും ശരി, അത് അൾട്ടിമേറ്റ്ലി അത് ജിഹാദിസമാണ്. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു പ്രധാന വ്യത്യാസം അത്രയേ ഉള്ളൂ. പണ്ടൊക്കെ അവർ അറബി പേര് തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ആളുകൾക്ക് അറബി പേര് കാണുമ്പോൾ അത് തീവ്രവാദ സംഘടനയാണെന്ന് തോന്നാൻ തുടങ്ങി. കാരണം ഇപ്പോൾ ഹിസ്ബുൽ മുജാഹിദീൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരുകൾ കേൾക്കുമ്പോൾ എല്ലാം അറബിയാണല്ലോ. അപ്പൊ അവരൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ ഇതുപോലെ വെൽഫെയർ പാർട്ടി, ഇങ്ങനെയൊക്കെയുള്ള പല പേരുകൾ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, അതെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ സംഭവമായിട്ട് ഈവൻ ഇപ്പൊ നമ്മൾ ഹമാസിന്റെ പേര് പോലും പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ 10-80ഓളം ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല നടത്തി കഴുത്ത് വെട്ടി കൊന്ന ഒരു നമ്മളുടെ ആ ഒരു കൂട്ടം ആളുകൾ, അവരുടെയും പേരെന്താണ്? ഇതേപോലെ ഒരു ഇംഗ്ലീഷ് നാമം ഇട്ടിട്ട് അതിനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു ഡെമോക്രാറ്റിക് ഫ്രണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ഇത് പേരുകൾ വെച്ചുകൊണ്ട് ആളെ കളിപ്പിക്കുക, ആളെ കബളിപ്പിക്കുക, അത് വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെയാണ് ഇവിടെ പ്രധാനമായിട്ട് ഇതെല്ലാം ബാധിക്കുന്നത്. കാരണം ഇതെല്ലാം കാണുമ്പോൾ ഇവർ തെറ്റിദ്ധരിക്കുകയാണ്. ഇതുപോലെയുള്ള പേരുകൾ കാണുമ്പോൾ അവരെ തെറ്റിദ്ധരിച്ച് ഇതുപോലെയുള്ള വിഷയങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവരെയും കൂടി ഇതിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. അറിഞ്ഞോ അറിയാതെ മുസ്ലിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പോവുകയാണ്. അപ്പൊ ഞാനിതിനെ കാണുന്നത് ഇതാണ്,
ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്ത് വരണമെന്ന് മാത്രമല്ല, ഇതിനെ കൂച്ചുകാലം കിട്ടേ പറ്റുള്ളൂ എന്ന് മാത്രമല്ല, ഇത് മുസ്ലിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യകതയും കൂടിയുണ്ട്. കാരണം ഇപ്പോഴും ഇത് കേൾക്കുമ്പം അവർ ആദ്യം ചിന്തിക്കുക ഇത് വേട്ടയാടുന്നു, മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇതിനെ കൊണ്ടുപോവുക. ഇത് മുസ്ലിങ്ങളെ അല്ല വേട്ടയാടുന്നത്, ഇത് തീവ്രവാദ സ്വഭാവമുള്ള നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനങ്ങളെ അതിന്റെ വേരറുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒളിയുദ്ധം നടത്തുകയും അതുപോലെ തന്നെ ജിഹാദി ആശയങ്ങൾ കുത്തിത്തിരികുകയും ചെയ്യുന്ന തൊരപ്പന്മാരെയാണ് സത്യത്തിൽ ഇവിടെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. അതിൽ മുസ്ലിങ്ങൾ വേദനിക്കേണ്ട കാര്യമല്ല, മുസ്ലിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ആളുകളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തിരിച്ചറിയേണ്ട ബാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർക്ക്. ആരിഫ് ഹുസൈൻ, ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ED ഹാഡ് അറ്റാച്ച്ഡ് ദ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എമൗണ്ടിങ് ടു ₹61.72 crores എന്നാണ്. ഏകദേശം 62 കോടിയുടെ മൂവബിൾ അസറ്റ്സ് ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല MKFICക്ക് പലതവണ സമൻസ് നൽകി, പക്ഷേ അദ്ദേഹം ഹാജരായില്ല. 12 തവണ അവസരം നൽകി എന്നാണ് പറയുന്നത്. അവസാനമാണ് ഇദ്ദേഹം ഡൽഹിയിൽ വന്നിറങ്ങിയപ്പോൾ ED എടുത്തുകൊണ്ടങ്ങ് പോയത്. ഇനിയിപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങുന്ന കാര്യം സംശയമാണെന്ന് തോന്നുന്നു. രീതികൾ അതിന്റെ വഴിക്ക് നീങ്ങും, അതിലിപ്പോ നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട്, ഇതൊരു വേട്ടയാടലാണെന്നുള്ള വാദം ഉടനെ തന്നെ വരും. പക്ഷെ അത് സാധൂകരിക്കുന്ന തരത്തിൽ തെളിവുകളില്ലാതെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെയോ കാരണം പറഞ്ഞിട്ട് അവർ പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അത് കൂടുതൽ ബലപ്പെടുക ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു പ്രതീക്ഷ. കാരണം ഇത് നമ്മളെയും കൂടി ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആവും തന്നെയാണ്. കാരണം ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷയത്തിൽ നമുക്കറിയാം, ഇതിനോടകം അതിനുശേഷം ആ നിരോധനത്തിന് ശേഷം പുറത്തുവിട്ടുള്ള ഓരോ തെളിവും, അതിപ്പോ മഞ്ചേരിയിലെ സ്ഥാപനം അടച്ചുപൂട്ടുന്നത് അടക്കം, അതുപോലെ മറ്റു പല സ്ഥാപനങ്ങളും ഇതുപോലെ സുന്ദരൻ പേരിട്ടിട്ട് നടത്തുന്ന പല ഇംഗ്ലീഷ് നാമം ഉള്ള സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ ജിഹാദി സ്ഥാപനങ്ങളായിരുന്നു എന്നുള്ള തെളിവുകളെല്ലാം മുന്നോട്ട് വന്നിട്ടുള്ള സ്ഥിതിക്ക് ഇതും അങ്ങനെ ആവാനേ സാധ്യതയുള്ളൂ. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം നല്ലത്.